ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കുന്നത് സോയാബീനെ കൊണ്ടൊരു അടിപൊളി സാൻഡ്വിച്ച് ആണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൈറ്റാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോയാബീന് ഒരു 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒന്ന് കഴുകി ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതാ ഒരു 2 പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ വലിയ പീസ് അളവിൽ വേണമെങ്കിൽ വലിയ പീസ് തന്നെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 200 ഗ്രാം സോയാബീനാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ട് തന്നെ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഈ ഒരു മസാലക്ക് നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ചെറിയുള്ളി മറ്റേ സാധാരണ ഉള്ളി പോലെയല്ല, പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്ന ഒരു ഉള്ളിയാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ചെറിയ വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പൊടികളും കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. നമുക്കൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച നമ്മൾ സോയാബീൻ മസാല വരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വലിയ ക്യാപ്സിക്കം ഇതേപോലെ ഒന്ന് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു പിടിയോളം മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം.
ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മസാല ആക്കിയിട്ടെടുക്കാം. ഇത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം എല്ലാം ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി സോയാ ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു സമോന എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണീസ് ഇട്ട് കൊടുക്കാം. രണ്ട് ഭാഗത്തും മയോണീസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സോയാബീൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെറൈറ്റി ആയ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത പുതിയ റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.